രാവിലെ തന്നെ ഏതായാലും നമ്മളെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടോ. രാവിലെ തോട്ടം തന്നെ സൂപ്പർ മാർക്കറ്റിലേക്കാണ്. പാണ്ടിയിൽ പോകണം, സാധനങ്ങൾ വാങ്ങണം. ലിസ്റ്റൊക്കെ രാവിലെ തന്നെ നീച്ചിനതിൻ്റെ മുന്നേ പണിക്കാരത്തി മെസ്സേജ് ഇട്ട് വെച്ചിരിക്കണ്. ഏതായാലും വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കിയാണ്ട് കുറച്ച് നേരം വണ്ടിയൊക്കെ നീറ്റാവാൻ വേണ്ടി ഇരുന്നു കേട്ടോ. കാരണം രാവിലെ തന്നെ സ്റ്റാർട്ടാകുമ്പോൾ ഇവിടെ തന്നെ പോകാൻ കഴിയില്ലല്ലോ. വണ്ടിയൊക്കെ ഒന്ന് നോർമൽ ആവുമ്പോൾ അവിടെ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് പാണ്ടിക്കാണ് പോകണത് കേട്ടോ. പാണ്ടിയിൽ ഇപ്പോൾ അൽഹംദുലില്ലാ നല്ല സുഖമാണ്. പാർക്കിങ്ങിൻ്റെ കാര്യത്തിലൊരു വിഷയമല്ല കേട്ടോ. മറ്റത് ആരാൻ്റെ പറമ്പല്ലായിട്ട് നാട്ടുകാർ മുഴുവൻ കൊടുന്ന് പാർക്ക് ചെയ്യുന്നു. ഇപ്പം അങ്ങനെ പറ്റൂല. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ 10 റിയാലാണ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നാണ്ട് പാർക്ക് ചെയ്ത് പോകണ പരിപാടി ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പാർക്ക് ചെയ്ത് സാധനം വാങ്ങി ഇറങ്ങാൻ ചെയ്യാം. മറ്റത് 10 മിനിറ്റോളം അതിനങ്ങനെ കറങ്ങണം പാർക്കിങ്ങിന്, എന്നാലും ഒന്ന് നിർത്താൻ കിട്ടുള്ളൂ. ഏതായാലും പച്ചക്കറിയും ഗ്രോസറിയും വണ്ടി കണ്ട സാധനമൊക്കെ വാങ്ങാണ്ടായിട്ടോ. അതൊക്കെ വാങ്ങിക്കാണ്ട് ഏതായാലും പെട്ടെന്ന് ബില്ലടിച്ച് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയാണ്ട് ഇനി വണ്ടിൻ്റെ അടുത്തേക്ക് എന്നപ്പോഴാട്ടോ കൺഫ്യൂഷൻ. ഞാൻ നിർത്തിയ വണ്ടിൻ്റെ അടുത്ത് തന്നെ അതേപോലെ വേറെ വണ്ടി. ഇതിലിപ്പോൾ ഏതാ നമ്മളെ വണ്ടി എന്ന് ആദ്യം നോക്കിട്ടോ. പിന്നെ ട്രാക്ക് നോക്കിയോ പെട്ടെന്നൊന്ന് മനസ്സിലായി. അങ്ങനെ നമ്മളെ വണ്ടിൻ്റെ അടുത്തേക്ക് തന്നെ പോയിട്ടോ. അല്ലെങ്കിൽ പിന്നെ ചാവി എടുത്ത് ഓണാക്കണ്ടേ. രണ്ടും ഒരേപോലെ നമ്പറാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഓർമ്മയുണ്ടാവില്ല നമ്മളെ വണ്ടിൻ്റെ ചില സമയത്തൊന്നും. അങ്ങനെ വണ്ടിൻ്റെ ഉള്ളിൽ സാധനമൊക്കെ വെച്ച് കണ്ട് ഇനി വേഗം പെരീക്കോട്ടെ. കടിയത്തെ ചെക്കൻ അങ്ങനെ വിളിക്കുന്നുണ്ട്. ഓനെന്തോ ഒരു ബൊക്കെ ഡെലിവറി കൊടുക്കാണ്ട് ഇറങ്ങാണ്ട് മെസ്സേജ് ആക്കലോണിട്ട് കുറേ നേരമായിട്ടോ. ഈ സാധനം എടുത്താണ്ട് പെരയിൽ കൊണ്ടു കൊടുത്തതിന് ശേഷം വേണം ഓൻ്റെ അടുത്തേക്ക് ചെല്ലാൻ. അതിപ്പോൾ ഇനി എവിടെയെന്ന് അറിയില്ല. അപൂർവം കണ്ട തോന്നുന്നുണ്ട്. ലോങ് ഡെലിവറിയാണ് ഇന്നത്തെ. ഏതായാലും ഉച്ചക്കഞ്ഞൊക്കെ പെരയിൽ നിന്നിട്ട് നടക്കൂല. ഏതായാലും പാണ്ഡ്യത്തെ പരിപാടി വീണ്ടും പറയട്ടെ. അടിപൊളി സംഗതിയാണ്. പെട്ടെന്ന് സാധനം വാങ്ങി പോകുന്നവർക്ക് സുഖമാണ്. 2 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടല്ലോ. ഇഷ്ടംപോലെ സ്പേസും ഉണ്ട് പാർക്ക് ചെയ്യാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാണ്ട് ഇനി കടിയത്തെ പരിപാടി കേട്ടോ. ആദ്യം തന്നെ പോയത് മക്തബുക്കാണ്. അവിടെ പോയി കാണ്ട് ഒരു കാർഡ് പ്രിൻറ്റ് ചെയ്യാണ്ട് ഈ പൂവിൻ്റെ മുകളിൽ കുത്താലേണെന്നാണ് മോലാഴ്ചപ്പെട്ട് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കണ്ട് ഞാൻ നേരെ ഓഫീസിൽ വന്ന് ബൊക്കൊക്കെ എടുത്താണ്ട് വണ്ടി എടുത്ത് കുറച്ച് മുന്നിൽ പോയിട്ട് കേട്ടോ. അപ്പം എന്നാൽ തട്ടിമറിഞ്ഞ് വീണുകാണ്ട് പൂവൊക്കെ കുത്തിയൊക്കെ കൊള്ളായി. പിന്നെ രണ്ടാമത് വീണ്ടും പോയി കുത്തിട്ടോ. പിന്നെ ഞാൻ അവനോട് പറഞ്ഞു ഇജ്ജും പോരൻ്റെ. അപ്പം ഞാൻ ഒറ്റ പോയാൽ ശരിയാവില്ല പറഞ്ഞു. പൂത്തിന് ചങ്ങായിനി വണ്ടിയിലിട്ട് കണ്ടിട്ടോ പോയത്. വീഡിയോ എടുക്കുന്ന ആളൊക്കെ പിന്നെ ഓനായി. പിന്നെ ഓനങ്ങനെ പോരുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ പോണ പോക്കിൽ വിശപ്പിൻ്റെ അസുഖം തുടങ്ങിട്ടോ. ഓനേതായാലും ഫുഡ് വേണ്ടായിരുന്നു. ഓന് പല്ലിന് സുഖമല്ല അത്രയും. എനിക്ക് എന്തായാലും വേണം. ഞാൻ റിട്ടേൺ പോരുമ്പോൾ ഫുഡ് കഴിച്ചിട്ടേ പോരുള്ളൂ പറഞ്ഞു. ഓനൊരു ജ്യൂസും വാങ്ങിക്കൊടുത്ത് ഞാൻ അത്യാവശ്യം ഒരു ബ്രോസ്റ്റും കഴിച്ചിട്ടോ. ഇന്നത്തെ ദിവസം അങ്ങനെയാണ് കഴിഞ്ഞു.